വയനാട്ടിൽ വീണ്ടും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. ഈ കാലവർഷകാലത്ത് കള്ളാടിയിൽ തുരങ്കപാത തുടങ്ങുന്ന സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ തുരങ്കത്തിൽ നിന്നെടുത്തിരിക്കുന്ന മണ്ണ് കൂട്ടിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അത് മാറ്റണമെന്ന് പലതവണ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിട്ടും അത് മാറ്റാതിരിക്കുകയും അങ്ങനെ കഠിനമായ മഴയത്ത് അത് മുഴുവനായിട്ട് ഒലിച്ചു വരികയും 5ഓളം പേർ മരിക്കുകയും ഇനി എത്ര പേര് മണ്ണടിയിലുണ്ടെന്നോ ഇനി എത്ര പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെന്നോ ഇപ്പോഴും കൃത്യമായിട്ട് നമുക്കറിയില്ല. ഇതേ സ്ഥലത്ത് കള്ളാടിയിൽ തന്നെയായിരുന്നു നേരത്തെ ഈ കഴിഞ്ഞ മൺസൂൺ കാലത്തും വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ആനക്കാമ്പൊയിൽ വരെയാണ് ഇപ്പോൾ നിർദ്ദിഷ്ട തുരങ്കപാത നിർമ്മാണത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ തുരങ്കപാതയുടെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെയും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും ധാരാളം മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുരങ്കപാതയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും ആ മണ്ണിൻ്റെ ഉറപ്പിനെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം അപകട സാധ്യതയുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു തുരങ്കപാത വരുമ്പോൾ അടുത്ത് അതും വലിയൊരു അപകടത്തിലേക്ക് പോകാമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമായ രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് സംശയമുണ്ട്. പക്ഷേ അതേസമയം തന്നെ വയനാട്ടിലേക്ക് യാതൊരു ചുരവുമില്ലാതെ വളരെ എളുപ്പത്തിൽ എത്താവുന്നൊരു പാത വളരെ മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വയനാട്ടിലേക്കുള്ള ആദ്യത്തെ കുടിയേറ്റങ്ങളൊക്കെ നടന്നത് ആ വഴിയിലൂടെയാണ്. കുറ്റ്യാടിക്കടുത്തുള്ള വിലങ്ങാട് എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ വെള്ളമുണ്ടക്കടുത്തുള്ള കുഞ്ഞോം എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഈ കുഞ്ഞോമാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ഏറ്റവും ആദ്യത്തെ കുടിയേറ്റക്കാർ എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലം. ഈ സ്ഥലത്തേക്ക് കാളവണ്ടിയിലും മറ്റും ആണ് അന്ന് ആളുകൾ വന്നിരുന്നത്. ഈ പാതയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴിക്കോട് ഭാഗത്തേക്കും ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേ പാതയിലൂടെ തലശ്ശേരി, കണ്ണൂർ മുതലായ പ്രദേശങ്ങളിലേക്കും നാദാപുരം വഴി പോകാൻ സാധിക്കും. ഈ പാതയിൽ ആകെ 4 കിലോമീറ്റർ ദൂരം മാത്രമാണ് കാട്ടിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. അതിന് കോമ്പൻസേറ്ററി അഫോർസേഷൻ അനുസരിച്ച് ആ സ്ഥലം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ 4 കിലോമീറ്റർ പാത വിട്ടുകിട്ടുകയാണെങ്കിൽ ചുരമേ ഇല്ലാതെ വയനാട്ടിലേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കണ്ടെയ്നർ ലോറികളും മറ്റും വയനാട് ചുരത്തിൽ ബ്ലോക്കായിട്ടാണ് ഈ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത്. അതേസമയം ഈ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ ആണെങ്കിൽ അത്ര ഒരു പ്രശ്നമേ ഇല്ല. കുറ്റ്യാടി നാദാപുരം പാതയിൽ നിന്ന് നേരെ ഈ പാതയിലേക്ക് കടക്കാൻ സാധിക്കുകയും അത് വയനാട്ടിലെ കുഞ്ഞോമിൽ എത്തിച്ചേരുകയും ചെയ്യും. വെറും 4 കിലോമീറ്റർ റോഡ് ഡെവലപ്പ് ചെയ്യുന്ന വിഷയം മാത്രമേ വരുന്നുള്ളൂ. ആ വഴിയിലൂടെ വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അത് ചുരത്തിലെ യാത്രയെ കൂടുതൽ സുഗമമാക്കും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ അതിനാണെങ്കിൽ വലിയ ചിലവും വരാൻ സാധ്യത. ഇത്രയും വലിയ തുരങ്കപാത ഉണ്ടാക്കുന്നത് പോലെയോ ഉള്ള ചിലവുകളൊന്നും തന്നെ കുഞ്ഞോമിലേക്കുള്ള ഈ പാത ഉണ്ടാക്കുന്നതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഈ പാതയിലാണെന്നുണ്ടെങ്കിൽ വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. കാരണം ചുരമില്ലാതെ കയറി വരാവുന്ന പാതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാതയുടെ സാധ്യതകളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഈ ബദൽ പാതകൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത്. അത് അവസാനം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു തുരങ്ക പാതയിലേക്കാണ്. ഈ തുരങ്കപാതയിൽ നമുക്കറിയാം, തുരങ്കപാതയിൽ എത്തിച്ചേരുന്ന ഈ കള്ളാടിയിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് ആ സ്ഥലമാണെങ്കിൽ തികച്ചും ഇത്തരത്തിലുള്ള ഭൂചലന സാധ്യതയുള്ള സ്ഥലമാണ്. മണ്ണിടിച്ചിൽ ധാരാളമായി നടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ഇത്തരത്തിൽ വലിയ ചെലവിൽ ഒരു ഭൂഗർഭപാത നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ ഈ 4 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിക്കും. പക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കം ഇപ്പോൾ വനഭൂമി വിട്ടുകിട്ടാനുള്ള പ്രയാസമാണ്, വനഭൂമി വിട്ടുതരില്ല എന്നാണ് പറയുന്നത്.
ഈ വനഭൂമിയായാലും ഏത് ഭൂമിയായാലും ഈ രാജ്യത്തുള്ള ഭൂമി ആ രാജ്യത്തുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്. 4 കിലോമീറ്റർ ദൂരത്തേക്കുള്ള റോഡിനുള്ള ഭൂമി ഈ വിട്ടു നൽകുന്നതിലൂടെ വനത്തിന് വലിയ അപകടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനേക്കാൾ എത്രയോ വലിയ അപകടമാണ് ഇപ്പോൾ ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിലൂടെ പരിസ്ഥിതിക്ക് ഉണ്ടാവാൻ പോകുന്നത്. നാദാപുരത്ത് നിന്ന് എത്തിച്ചേരാവുന്ന വിലങ്ങാട് എന്ന ചുരത്തിന് താഴെയുള്ള വയനാട് താഴെയുള്ള പ്രദേശത്ത് നിന്ന് വെറും 4 കിലോമീറ്റർ ദൂരം മാത്രം വനഭൂമിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ഈ വെള്ളമുണ്ടക്കടുത്തുള്ള കുഞ്ഞോം എന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു പാതയുടെ കാര്യത്തിൽ വലിയ കടുംപിടുത്തം നിലനിർത്തിക്കൊണ്ടാണ് പരിസ്ഥിതിക്ക് അതിലും എത്രയോ വലിയ ആഘാതമുണ്ടാകാവുന്ന ഈ തുരങ്കപാതയിലേക്ക് എത്തിച്ചേരുന്നത്. ഇത് ഒരു തരത്തിൽ ആവശ്യമില്ലാത്തൊരു കടുംപിടുത്തമാണ്. യഥാർത്ഥത്തിൽ വനത്തിന് ദോഷം കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഭൂഗർഭ പാതയിലൂടെയാണ്. അതേസമയം ഈ പറയുന്ന 4 കിലോമീറ്റർ റോഡ് ഒരു വനത്തിലൂടെ പോകുന്നത് കൊണ്ട് വനത്തിനോ പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കോ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഈ പാത നിലവിൽ വരുന്നതോട് കൂടിയിട്ട് വലിയ വാഹനങ്ങൾ ആ വഴിയിൽ വരികയാണെങ്കിൽ ഈ ചുരം റോഡിലൂടെ യാത്രാവാഹനങ്ങൾക്ക് സുഗമമായിട്ട് കടന്നു പോകാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് മുതിരാതെ, അതും ഈ തുരങ്കപാത ഉണ്ടാക്കുന്നതിൻ്റെ എത്രയോ കുറഞ്ഞ ചെലവിൽ ഒരു റോഡ് നിർമ്മിക്കേണ്ടത് ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ശാഠ്യങ്ങൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എത്ര വലിയ ദുരന്തമുണ്ടായാലും തുരങ്കപാതയെ അനുവദിക്കുകയുള്ളൂ. വെറും 4 കിലോമീറ്ററിലൂടെ ഇപ്പോൾ നിലവിൽ അവിടെ വഴിയുണ്ട്, ആ വഴി അടച്ചു കെട്ടും. ആ വഴി വികസിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതിനെ എതിർത്ത് തോൽപ്പിക്കാനും ആ വഴിയിൽ തന്നെ പാത നിർമ്മിക്കുവാനുള്ള ഇച്ഛാശക്തിയാണ് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ വയനാട്ടിലേക്കുള്ള യാത്രാ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ.